ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് ഉള്ളിയും തോരനാണ്. അതിനായി ആദ്യമേ തന്നെ 100 ഗ്രാം പരിപ്പ് ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 1 കപ്പ് വരും. ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി തട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ആദ്യമേ തന്നെ 1/2 കപ്പ് തേങ്ങ, പിന്നെ 5 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കറിവേപ്പില. നല്ലപോലെ കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിനെ നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ച സമയത്ത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാമ്പാർ പരിപ്പാണ്, കടലപ്പരിപ്പല്ല. ഒരു ഇച്ചിരി കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി അടപ്പ് തുറന്നു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ യോജിപ്പിച്ചു കൊടുക്കണം. ഈ സമയം ഉപ്പോ പൊടികളോ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ തുറന്നിരുന്ന് കുറച്ചു നേരം വേവിക്കണം. നമ്മുടെ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് നമ്മൾ വേവിച്ച സമയത്ത് കുക്കറിലല്ല വേവിച്ചത്. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്ത് കിഴിഞ്ഞു പോകും. കുറച്ച് കുതിർത്ത് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അല്ലാണ്ടെടുത്ത് വേവിക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ പരിപ്പും ഉള്ളിയും തോരൻ റെഡി. അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.